വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പലഹാരം പൊതുവേ മൈദയിലാണ് തയ്യാറാക്കിയെടുക്കാറ്. ഞാനിന്നിവിടെ മൈദയും ഗോതമ്പ് പൊടിയും പകുതി പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി മിക്സറിൻ്റെ പൊടിക്കുന്ന ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് തേങ്ങ ഞാനിപ്പോൾ ചെറുതായിട്ട് പൂളുകളാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിരകിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടെ ആദ്യം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ വറക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്ത റവ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഇതിന് രുചിയും അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനും സഹായിക്കും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ബാലൻസ് ആക്കാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായി ചേർത്ത് കുഴച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ടും ആവശ്യമായിട്ട് വന്നിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ നീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കൂട്ട് 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 1/2 കപ്പ് വെള്ളം എടുത്തിരുന്നു. അതിൽ 1 ടീസ്പൂണോളൊക്കെ വെള്ളം ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റവയൊക്കെ ചേർത്തത് കൊണ്ടാണ് റെസ്റ്റ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ കൂട്ട് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സോഫ്റ്റും അല്ല ഒരുപാട് ഹാർഡും അല്ല, ആ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. അതിൽ നിന്നും പകുതിയോളം കൂട്ടെടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ പൊടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ എണ്ണയും ആക്കേണ്ട ആവശ്യമില്ല. ഒട്ടും തന്നെ പറ്റിപ്പിടിക്കൊന്നുമില്ല. അഥവാ പറ്റിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണ തടവി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ പരത്തിയെടുത്ത് ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ഇത് ഡയമണ്ട് ഷേപ്പിലേക്കാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. പൊതുവേ ഈ ഒരു പലഹാരം ഡയമണ്ട് ഷേപ്പിലാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഡയമണ്ട് ഷേപ്പിലോട്ടേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് പരത്തുമ്പോൾ ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരല്പം കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഇതേപോലെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പാത്രത്തിൽ നിറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ വികസിച്ച് വരും. ആദ്യമേ അനക്കാനും നിൽക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് അനക്കാതെ വയ്ക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒരു ഭാഗം ഫ്രൈ ആയി അത് ഇതുപോലെ എണ്ണയുടെ മുകളിലേക്ക് പൊന്തി വരും. ആ ഒരു സമയത്ത് മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് ആദ്യമേ തൊടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പുറമേ കളർ മാറി വരുന്നേ ഉള്ളൂ, ക്രിസ്പി ആയിട്ട് വരില്ല. അതുപോലെ ഒരുപാട് ഇട്ടിളക്കാതെ ആവശ്യത്തിന് മാത്രം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഒരല്പം സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ഇതിൻ്റെ ചൂട് ആറി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നോളും. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്താൽ മതി. കുറേ കാലം കേടുകൂടാതെ ഇരുന്നോളും. നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈദരാബാദി സ്പെഷ്യൽ ഖജൂറാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. പക്ഷെ ഒരല്പം എണ്ണ കുടിക്കുന്ന ടൈപ്പാട്ടോ ഇത്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.